ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ സുനിതയോട് ഇങ്ങനെ വൈജയന്തി എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സുനിത ചോദിക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും എന്താണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിക്കനും മീനും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സുനിത പറയുന്നുണ്ട്, മാഡം ഞാൻ കടയിൽ പോയി വാങ്ങി വരാം, എങ്കിൽ നീ ഫ്രിഡ്ജിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് ലിസ്റ്റ് തരണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുനിതയുടെ ഈ ചേച്ചി വിളി വൈജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം അലീന മാഡം എന്നാണല്ലോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അലീനയുടെ ആ ഒരു സ്ഥാനമാണ് ഇവൾക്കും എന്ന് കാണിച്ചു കൊടുക്കാനാണല്ലോ ഇങ്ങനെ ഈ ഒരു പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ വൈജ പറയുന്നുണ്ട് സുനിതയോട്, എന്നെ ചേച്ചി ഒന്ന് വിളിക്കണ്ട കേട്ടോ, എന്നെ ഒന്നുകിൽ മാഡം അല്ലെങ്കിൽ കൊച്ചമ്മ എന്ന് വിളിച്ചാൽ മതി. അത് കേൾക്കുമ്പോൾ സുനിതയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സുനിത ഒന്ന് സ്റ്റെക്കായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ബബിത അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ബബിത പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ഫുഡ് വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് 3 പേർക്ക് ഫുഡ് വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വൈജയന്തി പെട്ടെന്ന് ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾക്ക് ഫുഡ് വേണ്ടാത്ത, എന്താ നിങ്ങൾ പട്ടിണി കിടക്കണം എന്ന് തീരുമാനിച്ചോ എന്നോടുള്ള വാശിക്ക്? അതൊന്നുമല്ല, ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയിട്ട് കഴിക്കുക, അതെന്താ പുതിയൊരു ശീലം? അതൊന്നുമില്ല, അച്ഛൻ പറഞ്ഞു ഞങ്ങളോട് റെഡി ആവാൻ, അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയി കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ശരി, ഞങ്ങൾ പോയി റെഡി ആയിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കട്ടെ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. വൈജയന്തിക്ക് ഇത് ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം ഇവർ തന്നെ തോൽപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് വൈജയന്തിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇപ്പം ആ വീട്ടിൽ ഭയങ്കര മത്സരമാണ് കേട്ടോ. അമ്മയും മക്കളും അച്ഛനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന അലീനയാണ് കേട്ടോ. അലീനയുടെ അടുത്തേക്ക് സ്റ്റാലിൻ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അലീന നീ പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചു. കാരണം നീ ഇത്രയും കാലം ജീവിച്ചൊരു ജീവിതമല്ലല്ലോ ഇവിടെ. അപ്പോൾ നിനക്ക് പെട്ടെന്ന് നിൻ്റെ ശീലങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ ഒരുപാട് സമയമെടുക്കും. അപ്പം ഞാനത് അംഗീകരിക്കുന്നു, നീ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് സ്റ്റാൻലി ഒന്ന് പുഞ്ചിരിച്ച് അവിടെ നിന്ന് പോവാണ്. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം ഇത്രയും ചിട്ടവട്ടങ്ങളുള്ള ഒരാൾ തൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സൗമ്യമായിട്ട് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവതക്കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ അവൻ അത്രയും ആരുടെ മുന്നിലും അടിയറവ് പറയാത്ത ഒരാളാണ്, പക്ഷെ നിൻ്റെ മുന്നിൽ അവൻ മുട്ടുമടിക്കല്ലോ മോളെ. അത് കേൾക്കുമ്പോൾ അവൾ പുഞ്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, വല്യപ്പച്ച ഞാൻ എന്തായാലും മാറ്റിയെടുക്കും. പപ്പയുടെ ഉള്ളിൽ ആ ഒരു കേണൽ സാർ എന്നുള്ള ആ ഒരു പദവി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്നേഹം ഉള്ള ഒരാളുള്ളിൽ ഇരിക്കുന്നുണ്ട്. അതായത് ഉള്ളിൽ നിറച്ച് സ്നേഹവും നിഷ്കളങ്കതയൊക്കെയാണ്, നമുക്ക് എന്തായാലും പുറത്തെടുക്കാം അല്ലേ വല്യപ്പച്ച എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോടു കൂടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് സന്തോഷം പങ്കിടാണ്. കട്ട സപ്പോർട്ടായിട്ട് അവതക്കുട്ടി അവളുടെ കൂടെ ഉണ്ട്. അവൾക്ക് പിന്നെ എന്ത് വേണം, അത്ര ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾ പിന്നെ മനുവിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു ആണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ഫോൺ എടുക്കുന്നത്. കാരണം അവന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണല്ലോ അവൾക്കും തന്നെ മനുവിനെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അവളും വളരെ ത്രില്ലിലാണ് കേട്ടോ ഫോൺ ചെയ്യുന്നത്. അങ്ങനെ മനു ഫോൺ എടുത്തപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അലീന മാഡം, സുഖമാണോ? അപ്പോൾ അവൾ അതേ സുഖമാണെന്ന് പറയാൻ കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, നീ ഇപ്പോൾ കുളത്തുപുഴയായിട്ട് സെറ്റായോ? അല്ല, എന്തൊക്കെയാണ് അവിടുത്തെ പുതിയ വിശേഷങ്ങൾ, അതൊക്കെ ഒന്ന് പറഞ്ഞേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇവിടുത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് മനു കേട്ടാ, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നീ പറ എന്തൊക്കെയാണ്? അതെ, മിക്കവാറും ഇവിടുത്തെ കേണൽ സാറും ഞാനുമായിട്ട് ഒരു വലിയ യുദ്ധം നടക്കും. അത് കേൾക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതെന്തു പറ്റി? നിനക്ക് അത്രയ്ക്ക് ധൈര്യം വന്നോ നിൻ്റെ കേണൽ സാറുമായിട്ട് തല്ലുകൂടാനൊക്കെ? അപ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. പിന്നല്ലാതെ എൻ്റെ സ്വഭാവം അനുവായിട്ടിന് അറിയട്ടാ, ആവശ്യം വന്നാൽ ഞാൻ എല്ലാം പുറത്തെടുക്കും. ഇവിടെ പപ്പയ്ക്ക് ഭയങ്കര ചിട്ടകളും കാര്യങ്ങളൊക്കെയാണ്. പപ്പ പറയുന്ന രീതിക്ക് മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റൂ, നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ഓരോ ചിട്ടയാണ്, അതുപോലെ ചെയ്യാൻ പറ്റൂ. വേറൊന്നും നമുക്ക് മാറ്റാനോ എടുക്കാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. അതെന്തായാലും എനിക്ക് മാറ്റിയെടുത്തേ പറ്റൂ മനുവേട്ടാ. മാത്രമല്ല പപ്പ പറയുന്ന റൂൾസ് ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല എനിക്കും ബാധകമാണെന്ന്. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല കേട്ടോ, ഞാനതൊന്നും കേട്ടില്ല, എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മനു കുറച്ച് ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്. കാരണം അവൾ കുറച്ച് പാവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിൽ മനു ചോദിക്കുന്നുണ്ട്, നീ അതിനൊക്കെ എതിർത്തോ? പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നല്ലാതെ മനുവേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നവൾ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ മനു പറയുന്നുണ്ട്, അപ്പോൾ നീ ആൾ പുലിയാണല്ലോ, പിന്നെ എന്തൊക്കെയാണ് അടുത്ത വിശേഷം പറ, ഞാൻ കേൾക്കട്ടെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പിന്നെ മനുവേട്ടാ ഇവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട്, അതായത് പപ്പയുടെ അച്ഛൻ, എൻ്റെ വല്യപ്പച്ചൻ. അപ്പം അത് കേട്ടപ്പോൾ മനു പറയുന്നുണ്ട്, നിന്നെ അടിച്ച് പുറത്തൊക്കെ വന്ന ആളല്ലേ, എന്താ നിന്നെ അടിച്ച് പുറത്താക്കിയോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ലല്ല, അത് നല്ല അത്ഭുതമായിരുന്നു, വല്യപ്പച്ചൻ എന്നെ അടിച്ച് പുറത്താക്കാനായിട്ട് വന്നതായിരുന്നു, പക്ഷെ എന്നെ കണ്ടപ്പം ആളുടെ ഭാവം മൊത്തം മാറി. അതെങ്ങനെ, നീ എങ്ങനെ കുപ്പിയിലാക്കിയേ? അതോ വല്യപ്പച്ചൻ്റെ ഭാര്യ, അതായത് സ്റ്റാൻലി പപ്പയുടെ അമ്മ, അവർക്ക് എൻ്റെ അതേ മുഖച്ഛായ ആണല്ലോ. അവരുടെ പേര് ചിന്നമ്മ എന്നാണ്, എൻ്റെ വല്യമ്മച്ചി. അപ്പം അതിൽ വല്യപ്പച്ചൻ അങ്ങ് വീണു. പിന്നെ ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങ് കുപ്പിയിലാക്കിയെന്നേ എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ടുപേരും കൂടെ വളരെയധികം പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, നീ എന്തായാലും ആൾ കൊള്ളാലോ, വല്യപ്പച്ചനെയും കുപ്പിയിലാക്കിയല്ലോ, അതുപോലെ നിൻ്റെ പപ്പയെ നീ കുപ്പിയിലാക്കാൻ നോക്ക്. അപ്പോൾ അവൾ അതിനും ഒരു ചിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഇപ്പം വല്യപ്പച്ചനാണ് എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട്, അതായത് പപ്പയെ പൂട്ടിക്കാനൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് എന്നും പറഞ്ഞ് അവൾ ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്,
പറയുന്നുണ്ട് പിന്നെ മനുവേട്ടൻ എന്തായാലും ഇങ്ങോട്ട് വരണം, ഇവിടെ എല്ലാവരെയൊക്കെ പരിചയപ്പെടാലോ. അത് കേൾക്കുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല അവൾ ഇത്ര ഹാപ്പി ആയതിൽ അത്രയും സന്തോഷം മനുവിനുണ്ട് കേട്ടോ. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ കുത്തുവാക്കുകളും എല്ലാം കൊണ്ടും അവൾ വളരെയധികം സങ്കടത്തിലായിരുന്നു. ഇപ്പോൾ അവൾ അവിടെ പോയപ്പോൾ അതിലേറെ ഹാപ്പി ആയിട്ടാണല്ലോ ജീവിക്കുന്നത്. അത് അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവർ ഒരുപാട് സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് അവൻ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പുഞ്ചിരിയോട് കൂടെ ഇങ്ങനെ കുളത്തുപുഴ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതിങ്ങനെ പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, അവൻ്റെ മനസ്സ് വെമ്പുന്നുണ്ട് അവളെ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ, പിന്നെ അവിടുത്തെ ഒരു സാഹചര്യം ശാന്തമാണല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറി ചെല്ലാമല്ലോ എന്നുള്ളൊരു സന്തോഷം അവൻ്റെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന കടപ്പാട്ടൂരാണ് കേട്ടോ. കടപ്പാട്ടൂരാണെങ്കിൽ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അച്ഛൻ്റെ കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കണമല്ലോ. പക്ഷേ ഇതൊക്കെ വളരെ ദേഷ്യത്തോടു കൂടെ ഇങ്ങനെ വൈജയന്തി നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും വൈജയന്തിക്ക് പറ്റുന്നില്ല. താൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവരാരും തന്നെ മൈൻഡ് ചെയ്യാതെ പോയില്ല. അപ്പം എൻ്റെ വാക്കിനൊരു വിലയില്ല. ഇതൊക്കെ കൂടെ വൈജയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. ഇതെല്ലാം അലീന വന്നതിന് ശേഷമാണല്ലോ സംഭവിച്ചത്. അപ്പോൾ അലീന ഇവരെല്ലാവരെയും മാറ്റിയിട്ടുണ്ട് എന്നോടുള്ള ദേഷ്യത്തിന് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ആലോചിക്കുകയാണ്. അപ്പോഴും അലീനയെ വെറുതെ വിടുന്നില്ല, അതാണ് സത്യം. അങ്ങനെ റൂമിൽ നിന്നാണെങ്കിൽ കൃഷ്ണമോളും ബബിതയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് വരുമ്പോൾ വൈജയന്തി പെട്ടെന്ന് തന്നെ ദേഷ്യത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, നിങ്ങൾക്കുള്ള ഫുഡെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി. അത് കേൾക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അത് അമ്മയാണോ തീരുമാനിക്കുന്നത്, ഞങ്ങൾക്ക് എന്തായാലും പുറത്ത് പോകണം, ഞങ്ങൾ അച്ഛൻ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ അച്ഛൻ്റെ കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കുക ചെയ്യും, അമ്മ അത് മുടക്കാൻ ശ്രമിക്കേണ്ട. അത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാനിവിടെ ചിലവിന് തരികയാണെങ്കിൽ നിങ്ങളതനുസരിച്ചേ പറ്റൂ, നിങ്ങൾക്ക് സമ്പാദിക്കുന്ന കാലത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്തോ, ഇപ്പം നിങ്ങൾ എവിടേക്കും പോവില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും ബാലചന്ദ്രനും രോഹിത്തും കൂടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ വൈജയന്തിക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, എന്താ ബാലചന്ദ്ര എന്നെ തോപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ, ഇന്ന് തന്നെ ഇവരെയും കൊണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കണോ, ഇന്നല്ലേ വേലക്കാരി ഇങ്ങോട്ട് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, അപ്പം തന്നെ ഈ വാശി കാണിക്കണം. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ സമയം കാലം നോക്കിയില്ല, എനിക്ക് എൻ്റെ മക്കൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം തോന്നി, വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ്, അതിന് നിനക്കെന്താ പ്രശ്നം? അല്ല, ഞാനൊരു പുതിയ വേലക്കാരി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവരെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്തു, അപ്പം അത് കഴിക്കാതെ ഇവരെയും കൊണ്ട് പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാനായിട്ടല്ലേ ഈ ചെയ്യുന്നത്. അപ്പം സ്വയം ഒന്നും ഓർക്കുന്നത് നല്ലതാ, ഞാനല്ല ഇവിടെ തോൽക്കുന്നത്, സ്വയം തന്നെയാണ് നാറുന്നത്, അതൊന്ന് മനസ്സിലാക്കിയ നന്ന്. വൈജയുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ ബാലചന്ദ്രൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓ സ്വയം നാറുന്നത് എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം, നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയണ്ട. അത് കേട്ടപ്പോൾ വൈജയന്തി ഒന്ന് താഴ്ന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ എന്തായി പറയുന്നത്, ഞാൻ എന്ത് ചെയ്തെന്നാ, ഓ എന്നെക്കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കേണ്ട, നീ ഞങ്ങളെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ടായുമ്പോൾ വൈജയന്തി വീണ്ടും വഴക്കിനായിട്ട് വരികയാണ്. എന്തായാലും എൻ്റെ മക്കളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, അവർക്ക് ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവർ നിന്റെ മാത്രം മക്കളൊന്നുമല്ലല്ലോ, എൻ്റെ മക്കളല്ലേ, എൻ്റെ മക്കളെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിക്കും, അവരെൻ്റെ കൂടെ വരികയും ചെയ്യും. അത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ, ഞാൻ അവരുടെ അമ്മയല്ല, അപ്പം ഞാൻ പറയുന്ന വാക്കിന് അവരനുസരിക്കേണ്ടേ, അതല്ല അതിൻ്റെ ഒരു മര്യാദ. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ പറഞ്ഞൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല, ഞാനും കേൾക്കുന്നില്ല, ഞങ്ങൾ എന്തായാലും പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞ് അവർ അച്ഛൻ്റെ പിന്നാലെ പോവാണ്. അങ്ങനെ അച്ഛനും മക്കളും പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വരുന്നവരെ വൈജയന്തി ആ ഒരു ദേഷ്യത്തോടു കൂടെ അവിടെ അവരെ കാത്തിരിക്കാൻ കേട്ടോ. അത്രയും ദേഷ്യം വാശിയും വൈജയന്തിയുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുവരെ വൈജയന്തി അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ പുറത്ത് പോയി വളരെയധികം അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു അകത്തേക്ക് കയറി വരികയാണ്. കാരണം ആ ഒരു വീട്ടിൽ അന്തരീക്ഷം മക്കൾക്കും പറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലചന്ദ്രനും ഈ അമ്മ ഇങ്ങനെ വെറുതെ ഓരോ വാശിയും വൈരാഗ്യം വെച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും അതുപോലെ എല്ലാത്തിനും മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നു എല്ലാവർക്കും നന്നായിട്ട് മടുത്തിട്ടുണ്ട് കേട്ടോ. വീടൊരു നരകായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വീണ്ടും കയറി വരുമ്പോൾ വീണ്ടും ഈ ഒരു മുഖമാണല്ലോ കാണുന്നത്. വൈജയന്തി ആണെങ്കിൽ ഇത് വിടാനുള്ള ഭാവമില്ല കേട്ടോ. ഇതുമേലെ എന്തായാലും പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് വൈജയന്തി അവിടെ ഇരിക്കുന്നത്. തനിക്കൊരു വില ഇവർ തരുന്നില്ല, ആ വില തനിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു വാശിയും അതിയായൊരു ആർത്തിയും സ്വാർത്ഥതയും എല്ലാം വൈജയന്തിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ കയറി വരുമ്പോൾ വീണ്ടും വൈജയന്തി ബാലചന്ദ്രനോട് കോർക്കാണ് കേട്ടോ. എന്നെ തോൽപ്പിക്കാനാണല്ലേ നിങ്ങളുടെയൊക്കെ തീരുമാനം, എൻ്റെ വാക്കിനൊരു വിലയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ വാക്കിനൊരു വിലയില്ലെന്ന് നിനക്കല്ലേ തോന്നേണ്ടത്, ഞങ്ങൾക്കല്ലല്ലോ. അത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെന്താ ബാലചന്ദ്രൻ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്, ഈ വീട്ടിലെന്താ എനിക്കൊരു വിലയില്ലേ, ഞാൻ പറഞ്ഞ എൻ്റെ മക്കളൊന്നും അനുസരിക്കണ്ടേ, ഒരമ്മ പറയുമ്പോൾ മക്കൾ അനുസരിക്കുന്നത് സാധാരണയല്ലേ. അത് പറയുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും തിരിച്ച് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ആര് പറഞ്ഞു വൈജയ് നിന്റെ വാക്കിനും നീ പറയുന്ന കാര്യത്തിനൊക്കെ ഇവിടെ വിലയുണ്ടെന്ന്, നീ പറയുന്ന കാര്യത്തിന് ഒരു വില ഇവിടെ അല്ലേ, ഇപ്പം നിനക്ക് മതിയായോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. അതൊരു സങ്കടത്തോടും ഒരു നിരാശയോടും കൂടിയിട്ടാണ് കേട്ടോ വൈജയന്തി ചോദിക്കുന്നത്. കാരണം അവരാരും വൈജയന്തിക്ക് തീരെ ഒരു വില കൊടുക്കാത്തത് വൈജയന്തിയെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ദേഷ്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്, ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. അപ്പോൾ കുറച്ച് മുന്നേ വൈജയന്തി ചോദിച്ചല്ലോ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ബാലചന്ദ്രൻ കൊടുക്കുകയാണ്, നീ എൻ്റെ ഭാര്യയാണോന്നോ. അത് കേട്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ, നിങ്ങളെന്ന് അതൊക്കെ മറന്നുപോയോ, നീ എൻ്റെ മനസ്സിൽ ഭാര്യയുടെ സ്ഥാനത്തില്ല, നീ എൻ്റെ മനസ്സിൽ ഇനി കയറുകയും വേണ്ട എന്നിങ്ങനെ പുച്ഛത്തോടു കൂടെ പറയാണ്. ആ ഒരു സംസാരം വൈജി പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വൈജി പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ വീട്ടിൽ
എൻ്റെ സ്ഥാനം എന്താ ബാലചന്ദ്ര? അതെനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഏതോ വഴിവക്കിൽ അലിഞ്ഞു നടന്നൊരു പ്രേതം ഇങ്ങോട്ട് വന്ന് കയറി. അതാണ് എനിക്ക് നീ എന്നും പറഞ്ഞ് പുച്ഛിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. അത് ശരിക്കും പറഞ്ഞ വൈജയുടെ മുഖത്തേറ്റൊരു അടി പോലെയാണ് കേട്ടോ. കാരണം ബാലചന്ദ്രന്റെ മനസ്സിലും അതുപോലെ ഈ വീട്ടിലും മക്കളുടെ മനസ്സിലൊന്നും തനിക്കൊരു സ്ഥാനം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം വൈജയന്തി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ വൈജയന്തി ഇങ്ങനെ കണ്ണു നിറച്ച് സങ്കടത്തോടു കൂടെ അങ്ങനെ അവിടെ ഹാളിൽ നിൽക്കുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് മനസ്സിലായി തനിക്ക് ഇവിടെ ആരുമില്ല, ആരും തന്നെ വില വെക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് പോലും വൈജയന്തി അലിനെയാണ് കേട്ടോ ശപിക്കുന്നത്. ഇതാണ് വൈജയന്തിയുടെ ഒരു പ്രശ്നം. സ്വന്തം തെറ്റ് മനസ്സിലാക്കുന്നില്ല, ഒക്കെ അവളുടെ മേലാണ് പഴി ചാരുന്നത്. എന്തായാലും വൈജയന്തി നന്നാവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഒരു എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ, താങ്ക്